നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യപേർക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് കേരളത്തിനും അപ്പുറം വിദേശത്തും അല്പം മാർക്കറ്റ് ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ചും ഗൾഫ് മേഖലകളിൽ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫ് മേഖലകളിൽ മലയാള സിനിമ വലിയ ചരിത്രവും റെക്കോർഡുമാണ് കുറിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് UAE-യിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് നേടിയ മലയാള സിനിമകളെ കുറിച്ചാണ്. ആദ്യ സ്ഥാനത്തുള്ളത് പലരും പ്രതീക്ഷിച്ച ഉത്തരം തന്നെയാണ്. L2E എമ്പുരാൻ. ഏതാണ്ട് ഈ ചിത്രം 3,60,000 ആളുകളാണ് UAE-യിൽ നിന്ന് കണ്ടിരിക്കുന്നത്. ഇത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഫിഗറിൽ ഒന്നാണ്. പൃഥ്വിരാജ്, മോഹൻലാൽ എന്നീ 2 സ്റ്റാറുകൾ ഒന്നിച്ച ഈ ചിത്രത്തിന് മലയാളികൾക്കപ്പുറം അന്യദേശക്കാരും ആരാധകരുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ലൂസിഫറിന്റെ സീക്വൽ ആയതിനാൽ തന്നെ ഇതിന്റെ ക്യൂരിയോസിറ്റി വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് വീക്കെൻഡിൽ ഈ ചിത്രം വലിയൊരു എക്സ്പ്ലോഷനാണ് UAE-യിലെ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് ലൂസിഫർ എന്ന ചിത്രമാണ്. 2019 ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഗൾഫിലെ ബോക്സ് ഓഫീസിൽ തരംഗമാണ് സൃഷ്ടിച്ചത്. പിന്നീട് വന്ന എമ്പുരാന്റെ പല റെക്കോർഡുകളും ഈ ചിത്രത്തിന്റെ ലെഗസി കൊണ്ടുകൂടിയാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. മൂന്നാം സ്ഥാനത്തുള്ളത് തുടരും എന്ന ചിത്രമാണ്. വെറും 3 ദിവസം കൊണ്ട് ഈ ചിത്രം കണ്ടത് 2,10,000 പേരാണ്. ഫാമിലിയും യൂത്തും ഒന്നിച്ച് ഏറ്റെടുത്ത ചിത്രമായിരുന്നു തുടരും. നാലാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ ദിവസം റിലീസായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. 4 ദിവസം കൊണ്ട് 1,90,000 ആളുകളാണ് ഈ ചിത്രം കണ്ടിരിക്കുന്നത്. റിലീസിന് മുൻപ് തന്നെ വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രമായിരുന്നു ഇത്. ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ നോക്കുമ്പോൾ UAE ഓഡിയൻസിന്റെ വലിയൊരു പിന്തുണ നേടിയെടുക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാള ചിത്രങ്ങളുടെ UAE-യിലെ എൻട്രിയിൽ ലോകയും ഒരു സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു. 5-ാം സ്ഥാനത്തുള്ളത് എവർഗ്രീൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പുലിമുരുകനാണ്. വെറും 3 ദിവസം കൊണ്ട് ഈ ചിത്രം കണ്ടത് 1,65,000 ആളുകളാണ്. 2016 ഈ സിനിമ റിലീസായ സമയത്ത് പുലിമുരുകൻ എന്ന ചിത്രം UAE-യിൽ മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കായി മാറിയിരുന്നു. VFX, ആക്ഷൻ എന്നീ കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടപ്പോൾ ഗൾഫ് ഓഡിയൻസിന് ഇത് ഏറെ പ്രിയപ്പെട്ട ഒരു ചിത്രമായി മാറി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പുലിമുരുകൻ 5-ാം സ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് UAE മാർക്കറ്റ് മലയാള സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമാണ് ഉള്ളത് എന്നുകൂടിയാണ്. നിലവിൽ എമ്പുരാൻ എന്ന ചിത്രമാണ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്. ഏത് ചിത്രമായിരിക്കും UAE-യിൽ എമ്പുരാനെ മറികടക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.